ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. ഇതെങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പനീർ ഫ്രൈ ചെയ്തിട്ടാണ് മസാല തയ്യാറാക്കാനായി പോകുന്നത്. ആദ്യം തന്നെ ഈ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 200 ഗ്രാം പനീർ എടുത്തു വെച്ചിട്ടുണ്ട്. തൈര്, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കസൂരി മേത്തി, ഉപ്പ്, ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ മിക്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി വലിയൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വീതം ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് പൊടികൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഒരു 3/4 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്തു വെക്കണം. ഇനി ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം മാത്രമേ വറുത്തെടുക്കാവൂ. അപ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ പനീറിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി പനീർ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഓരോ പനീറായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡും വറുത്തെടുക്കണം. പനീർ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. ഇതിനുവേണ്ടി വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3-4 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളിക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 7-8 കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന പനീർ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. സൈഡൊക്കെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ പനീർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ചിലർക്കെങ്കിലും പനീർ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കറി വെക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ടാവാം. അങ്ങനെയുള്ളവർ ഫ്രൈ ചെയ്യേണ്ട, ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയേക്കുക. നേരെ നിങ്ങൾക്ക് കറിയിലോട്ട് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചൂട് മാറിയതിനു ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി മസാല തയ്യാറാക്കാനായി തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ബട്ടറോടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഞാൻ 1/2 ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഇതിന്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പൊ ചെറുതായിട്ട് തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ആ മസാലയുടെ ഫ്ലേവർ ഒക്കെ പനീറിന്റെ കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടിന്റെ പേസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാലില് കാഷ്യൂനട്ട് അരച്ചെടുത്തതാണിത്. 1/4 കപ്പ് കാഷ്യൂനട്ടാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അത് അരയാൻ ആവശ്യമായ കുറച്ച് പാലൂടെ ചേർത്താണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ആണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. കാഷ്യൂനട്ട് ആണോ ഫ്രഷ് ക്രീം ആണോ ചേർത്തതെന്നും തിരിച്ചറിയാൻ സാധിക്കത്തില്ല. നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.